ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇത് നോക്കിക്കേ, 2 സെറാമിക് പോട്ടാണ്. അപ്പോൾ ഈ 2 പോട്ടിലായിട്ട് നമ്മൾ ഈ 2 പ്ലാന്റ് പോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് പോത്തോസ് അറിയാമല്ലോ നിങ്ങൾക്ക്, മണി പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. നമുക്ക് വെള്ളത്തിലിട്ട് വളർത്താം, അല്ലാതെ സെറാമിക് പോട്ടിലും ഏത് ചട്ടിയിൽ വേണോ ഹാങ്ങിങ് ആയിട്ട് തൂക്കിയിടാം. ഇത് നോക്കിക്കേ, ഇത് ബെർക്കിൻ, അടിപൊളി പ്ലാന്റാണ്. ഈ പ്ലാന്റ് വലുതാവും തോറും ഗ്രീനിഷ് മാറി ഒരു വൈറ്റ് ഷെയ്ഡിലോട്ട് വരും. കണ്ടോ, നല്ല ഭംഗിയാണത്. അപ്പോൾ ഈ 2 പ്ലാന്റ് എങ്ങനെയാണ് റീപോർട്ട് ചെയ്യേണ്ടത്? ആദ്യം പോട്ട് എടുക്കുക. ഏത് പ്ലാന്റ് റീപോർട്ട് ചെയ്താലും ആദ്യം പോട്ട് എടുക്കുക. ആദ്യത്തെ ഒരു ലെയർ ഓട് കഷ്ണം ചെറിയ പീസാക്കി ഇടണേ. അപ്പോൾ 2 പ്ലാന്റ് നടാനായിട്ട് വളരെ കുറച്ച് മതി. ഒരു ലെയർ ഓട് കഷ്ണം ചെറിയ പീസാക്കി ഇടുക. പോട്ടി മിക്സ് കയ്യിലെടുക്കുക. പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ നമ്മളിതിൽ മിക്സിങ് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ മണ്ണാക്ക്, മണ്ണ്, അപ്പോൾ മണലും ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ് അത്യാവശ്യമുള്ളൊരു വരണേ. അപ്പോൾ അത് നമുക്കിവിടെ ഉണ്ട്, പോട്ടി മിക്സ്. എല്ലാ വളങ്ങളുടെ മിക്സ് ചെയ്യണേ. അപ്പോൾ ഇത് ഒരു ലെയർ ആദ്യം ഇടണം. അപ്പോൾ ചെറിയ പോട്ടായതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. പ്ലാന്റ് കയ്യിലെടുക്കുക. ഇതിൻ്റെ സൈഡ് മണ്ണും അടിമണ്ണും ഇച്ചിരി കളയണം. വേരിലെ മണ്ണ് അനങ്ങരുത്. കണ്ടോ, വേര് നമ്മളിങ്ങനെ കൂട്ടിപ്പിടിക്കുക. കണ്ടല്ലോ, ഏത് പ്ലാന്റ് റീപോർട്ട് ചെയ്താലും വേരൊരിക്കലും മണ്ണ് കളയരുത്. അപ്പോഴത് പ്ലാന്റിന് ഒരു ഇത് താഴോട്ട് വയ്ക്കണേ. വെച്ചതിന് ശേഷം ബാക്കി മണ്ണ് ഫില്ല് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇതിൽ നമുക്കിത് കല്ലൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്യാം. കല്ല് ഇട്ട് സൂപ്പറായിട്ടില്ലേ? ഇലയൊക്കെ ഒരു തുണി എടുത്തൊന്ന് ലൈറ്റായിട്ട് തുടച്ചു കൊടുക്കുക.